3.5 വർഷത്തെ നമ്മുടെ UK ജീവിതത്തിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണിത്. അപ്പോൾ വീക്കെൻഡ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഹലോ. അപ്പോൾ നമ്മൾ നാട്ടിലോട്ട് പോകുന്നതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നാട്ടിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കണ്ടോ, ഇതാണ് നമ്മുടെ ഹോളിഡേയ്സ് പ്ലാൻ. നമ്മൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബുക്ക് മേടിച്ചിരിക്കുക. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരേണ്ട സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഓരോ ഡേയ്സ് അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പ്ലാൻ ആണുള്ളത് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അനുസരിച്ച് നടന്നാൽ മതിയായിരുന്നു. നമ്മൾ 3.5 കൊല്ലം കഴിഞ്ഞിട്ട് പോകുന്നതാ. അപ്പൊ അതിന്റെ ഒരു 4 കൊല്ലം അടുത്തായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്. പോകുമ്പോൾ ഉള്ള ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയുള്ള സംഭവം. അതെ, അതിന്റെ ഒരു ടെൻഷനുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങള് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം ക്ലിയർ ചെയ്ത് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ സെറ്റാക്കി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മുടെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും നമ്മളെ വേണ്ടപ്പെട്ടവരുടെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുവാനുമൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഒരു താല്പര്യമില്ലാതെ പ്രവാസ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അപരിചിതരായിട്ട് വന്നിട്ട് നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ല ഫ്രണ്ട്സുകളായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഒരു ഫാമിലിയെ, ഒരുപാട് ഫാമിലികളിൽ ഒരു ഫാമിലിയാണ് നമ്മുടെ അനീഷ് ചേട്ടൻ ആൻഡ് ഫാമിലി. നമ്മൾ നാട്ടിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നിങ്ങൾ വീട്ടിൽ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമ്മളിവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി തന്ന് നല്ലൊരു അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അതുപോലെ തന്നെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാനാണേലും ലിജോയ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേറൊരു ഫ്രണ്ട് വരുമോ നമ്മുടെ ലഗേജും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മളങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോകും. നമുക്കിവിടെ വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ട പോലും കാര്യമില്ല. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ വളരെ ഒരു പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുറേ നല്ല കാര്യങ്ങളും നല്ല ഫ്രണ്ട്സുകളും നല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും എല്ലാം നമുക്ക് ഒരുപാട് ഇവിടെ നിന്ന് കിട്ടും. മൂന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് നമ്മൾ നാട്ടിലോട്ട് ലീവിനായിട്ട് പോകുന്നത്. സതേൺ പാർട്ട് ഓഫ് ഇന്ത്യയിലെ കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയാണ് ഞങ്ങളുടേത്. അടിപൊളി കായലുകളും അതുപോലെ തന്നെ കുമരകം, വാഗമൺ, ഇല്ലിക്കക്കല്ല് അങ്ങനെയൊക്കെ പറഞ്ഞ പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലങ്ങളുള്ള നമ്മുടെ നാടാണ് കോട്ടയം. നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് നോർത്തേൺ അയർലൻഡിൽ നിന്നുമാണ്. നോർത്തേൺ അയർലൻഡിലെ മെയിൻ സ്പോട്ടുകളായിട്ടുള്ള ബെൽഫാസ്റ്റ്, ലിസ്ബൺ, അവിടെ നിന്നൊക്കെ നമുക്ക് ബസ് സർവീസ് ഡബ്ലിനിലോട്ടുണ്ട്. ഡബ്ലിനിലെ അയർലൻഡ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബ്ലിനിലെ എയർപോർട്ടിൽ നിന്നും നമുക്ക് കൊച്ചിയിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ആ ഡബ്ലിനിലോട്ടുള്ള ബസ് ബുക്ക് ചെയ്തതിന് ശേഷം ബസ്സിൽ ഞങ്ങൾ നമ്മുടെ ഡബ്ലിൻ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. ചെറിയ ഡൊമസ്റ്റിക് യാത്രയൊക്കെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ ജേർണി സാറാമ്മനായിട്ട് ആദ്യമായിട്ടാണ്. അപ്പം ഒരു ലോങ് ഫ്ലൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരിക്കും. നമ്മുടെ കൂടെ കുഞ്ഞു കൊച്ചുങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് നടക്കാറായിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെയുള്ള കുഞ്ഞ് പ്രാമുകളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എല്ലാം എയർലൈൻസുകളിലും നമ്മുടെ കയ്യിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പ്രാമൊക്കെ ഫ്രീ ആയിട്ട് അലൗ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 10 to 15 kg വരെ അവർ നമുക്ക് ഓരോ എയർലൈൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ നമുക്ക് ലഗേജ് ഫ്രീ ആയിട്ട് കൊച്ചിൻ്റെ ആഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ പ്രാമും കാര്യങ്ങളൊക്കെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് എയർലൈൻസിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ അവർ നമ്മുടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നമ്മളെവിടെയാണോ ഇറങ്ങുന്നത് അവിടെ നമുക്ക് അവരത് ഡ്രോപ്പ് ഓഫ് ചെയ്തു തരും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കുട്ടികളായിട്ട് യാത്രയും ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് നേരെ തിരിച്ചാണ്. കാരണം കൊച്ചിനെയായിട്ട് ട്രാവൽ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈവൻ നമ്മൾ പ്രയോറിറ്റി ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും പ്രയോറിറ്റി ലിസ്റ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുട്ടികളായിട്ടുള്ള ആളുകളെയാണ് അവർ വിളിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ നമുക്ക് നല്ല കൺസിഡറേഷനും കാര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരും. കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുന്നവർ
പൈസ ഒരുപാട് ഡിഫറൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റാണ് എമിറേറ്റ്സ്. ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമെന്നറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ സർവീസ് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. കുഞ്ഞു കുട്ടികളുമായിട്ട് യാത്ര ചെയ്യുന്നവർ അവർ പ്രത്യേക കൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട അമ്യൂണിറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം അവർ തന്നെ തരും. ഈവൻ വൈപ്സ് ആണെങ്കിലും അതുപോലെ ചെറിയ പൗച്ചുകൾ, കുട്ടികളെ എൻ്റർടൈൻ ചെയ്തിരുത്താനായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളും പിന്നെ കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളും കവറുകളെല്ലാം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഫ്ലൈറ്റിൽ നിന്നും കിട്ടും. പൗച്ചിനുള്ളിലുള്ള സാധനങ്ങൾ കുട്ടികളുടെ ആവശ്യമായിട്ടുള്ള ഈ ചെറിയ വൈപ്സ്, അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഷീറ്റ് കൊച്ചിനെ ഒന്ന് ഇരുത്തി എന്തെങ്കിലുമൊക്കെ പാമ്പർ മാറാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ ഷീറ്റ് കാര്യങ്ങളുണ്ട്. പിന്നെ ബിബ്, ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് നെക്കിലിങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്ന ബിബ്, പിന്നെ അതുപോലെ തന്നെ സ്പൂണ്, അതുപോലെ ചെറിയ ലോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ പൗച്ചുകളിലൊക്കെ ഉണ്ടായിരിക്കും. സാറാമ്മ അത്രയും നേരം ഓടിക്കളിച്ച ആൾ പെട്ടെന്ന് ഇങ്ങനെ സീറ്റിൽ കൊണ്ടിരുത്തിക്കും. അവൾ ഭയങ്കര ഒരു അപ്സെറ്റായിരുന്നു. അപ്പോൾ അവളെ ചെറിയ വീഡിയോസൊക്കെ കാണിച്ച് നമ്മളൊന്ന് അടക്കിയൊക്കെ ഇരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പോഴത്തേനും അവർ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നു. അതായത് അവരുടെ ചെറിയൊരു ക്യാമറയിൽ വന്നിട്ട് നമുക്ക് അപ്പോഴേ ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോ എടുത്ത് നമുക്കതിൻ്റെ പ്രിൻ്റ് നമുക്ക് തരും. അത് കുട്ടികളായിട്ടുള്ള ഒരു ആൾക്കാർക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തരുന്ന വേറൊരു സർവീസാണ്. ദുബായിലോട്ട് നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ദുബായിൽ എമിറേറ്റ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ദുബായിയോട് അടുക്കുമ്പോൾ സമയത്ത് ദുബായ് ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവർ നമുക്ക് ദുബായിയുടെ ഒരു ഇൻട്രോ വീഡിയോ അതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. ദുബായിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഇൻട്രോ വീഡിയോ കാണും. നല്ല രസമാണ് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനും. അതുപോലെ ദുബായിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള അറിവുകളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദുബായ് എയർപോർട്ടിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് കാര്യമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവിടുത്തെ ഒരു അടിപൊളി സർവീസാണ്. ഇതുപോലുള്ള ചെറിയ പ്രാമുകൾ അവിടെ വെച്ചിട്ടുണ്ട് അവർ. അതായത് നമുക്ക് കുട്ടികളായിട്ട് നമ്മളവിടെ ചെന്നിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് നമ്മുടെ ലഗേജിൻ്റെ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ എയർലൈൻസിൻ്റെ അടുത്ത് വരെ നമ്മൾ ഈ ട്രാവൽ ട്രോളി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന ട്രോളി കയറ്റി വിട്ടെങ്കിൽ നമുക്ക് ദുബായ് എയർപോർട്ടിൽ വന്നു കഴിയുമ്പം എയർപോർട്ടിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് അവിടുത്തെ ട്രോളികൾ ഇല്ലെങ്കിൽ നമ്മുടെ പ്രാമുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ദുബായ് എയർപോർട്ടിലോട്ട് ഫുള്ള് പല സ്ഥലങ്ങളിലായിട്ട് ഈ സർവീസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് എവിടെന്നെങ്കിലും എടുത്ത് എവിടെയെങ്കിലും തന്നെ വെച്ചാൽ മതി തിരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട്. ഇത് ശരിക്കും ഭയങ്കര ഒരു വർത്തായിട്ടുള്ള സർവീസായിട്ട് തോന്നി. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ കുട്ടികളായിട്ട് ഈ എയർപോർട്ടുകളിൽ ഒരുപാട് സമയം ലേ ഓവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുട്ടികളായിട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഫുഡ് കഴിക്കാനും അതുപോലെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലത്തോട്ടും വാഷ്റൂമിലോട്ടും ഒക്കെ. അപ്പോൾ ഈ കുട്ടികളെ അവിടെ ഇരുന്ന് കുട്ടികൾക്ക് അവിടെ നിന്ന് ഉറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ കൊച്ചിനെ നമുക്ക് ഒരുപാട് സമയം എടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മളും ടയേർഡാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഒരു സംഭവമായിരുന്നു അത്. പെട്ടിക്കകത്ത് ഇവളെ ബന്ധനസ്ഥയാക്കിയിട്ടേക്കുവാണേ. എന്നാലും അവളുടെ ഒരു ശുഷ്കാന്തി നോക്കണേ. പോയിട്ടുണ്ടെങ്കിൽ ഓട്ടമാണ് മട്ടത്തി ഞങ്ങൾ കാണിക്കുന്നുണ്ടേ. എനിക്ക് അതിലോട്ടേക്കൂടെ കയറി എനിക്ക് ചില്ലറ സുഖറുണ്ടോ നോക്കി പെണ്ണിനെയൊക്കെ ജാസു, നാട്ടിൽ പോയിട്ട് എന്നാ പ്ലാൻ? ഇതൊരു 3.5 വർഷം കഴിഞ്ഞിട്ട് പോകുന്ന പോക്കല്ലേ? നാട്ടിൽ പോയിട്ട് എനിക്ക് ആദ്യമേ എല്ലാവരും ഒന്ന് കാണണം.
അതെ വീട്ടുകാർ അതെ വീട്ടുകാരെ എല്ലാവരും കാണണം. പിന്നെ പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. എന്നാ ഫുഡ്? നമ്മുടെ ഫിഷാണ് മെയിൻ, ഫിഷ് ഐറ്റംസ് ആണ് മെയിൻ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാം ഇറച്ചിയും കാര്യങ്ങളെല്ലാം കഴിച്ച് മടുത്തല്ലോ, അതുകൊണ്ട് ഫിഷ് ഐറ്റംസ് ആണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ വേറെ എന്നാക്കിയ പ്ലാൻ? മെയിനായിട്ട് എല്ലാവരും കാണണം, അതാണ് എൻ്റെ മെയിൻ പർപ്പസ്. എനിക്ക് ഭയങ്കര നീ ആദ്യമായിട്ടല്ലേ ഇത്ര വർഷം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്? ആണോ? ഞാൻ വീർപ്പ് കൊണ്ട് കഴിയുമായിരുന്നു, ഇപ്പോഴാണ് റിലീസായത്. പരോളെല്ലാം ഇറങ്ങിയിരിക്കുക, അതുകൊണ്ട് അത് എൻജോയ് ചെയ്യണം. പിന്നെ വേറെ എന്താ, വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം. പപ്പാനെയും അമ്മീനെയും ഒക്കെ കൂട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകും. ഓക്കെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചിനെ ആരും കണ്ടിട്ടില്ല. ഇവിടെ വെച്ച് അല്ലേ? അതെ, ഇവിടെ വെച്ച് ഇവളെ ആരും കണ്ടിട്ടില്ല. ഇവിടെ വെച്ച് ഇവിടെ ഉണ്ടായത് ഇവിടെയാണ്. ഞങ്ങൾ ആ ഒരു അല്ലേ, നമ്മളാ ഒരു പേരൻസ്ഹുഡ്. അപ്പൊ എല്ലാരും ഇവളെ എനിക്ക് ഞങ്ങൾക്കൊന്ന് കാണിക്കണം. ഇവള് ആദ്യമായിട്ടാണ് എല്ലാരെയും കാണാൻ പോകുന്നത്. അതെ അതെ, 2 വയസ്സാകാറായി. 2 വയസ്സാകാറായി. എക്സൈറ്റഡ് ആണോ നീ? എല്ലാത്തിനും ഡീലാ. കുറച്ചധികം സമയം ഞങ്ങൾ ദുബായ് എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞങ്ങളുടെ കണക്ഷൻ അത്രയും ലേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളവിടുന്ന് ദുബായ് എന്ന് പറഞ്ഞ അടുത്ത ഫ്ലൈറ്റിലാണ് പോകുന്നത്. അതുപോലെ ഫ്ലൈറ്റെല്ലാം അടിപൊളിയാണൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടുത്തെ നമ്മുടെ ഇൻട്രോ, നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ ഈ ഇൻഫർമേഷൻസൊക്കെ അവർ തരുന്നത് ഭയങ്കര ഒരു ഇമോജി സെറ്റപ്പിലായിരുന്നു. കാണാനൊക്കെ നല്ല രസമായിരുന്നു ദുബായിയുടെ ആ ഒരു ഫ്ലൈറ്റിൽ. ശരിക്കും നമ്മൾ നാട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ ശരിക്കും ടയേർഡായിപ്പോയി. കാരണം നല്ല ലേ ഓവർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജേർണിയും ഈ കൊച്ചിനായിട്ടുള്ള ജേർണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടയേർഡായിപ്പോയായിരുന്നു. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരെയും ഒന്ന് കണ്ടു. ചെറിയൊരു സർപ്രൈസ് രീതിയിലായിരുന്നു നമ്മൾ ചെന്നത്. പക്ഷേ സർപ്രൈസൊക്കെ അവസാനമായപ്പോൾ പൊളിഞ്ഞായിരുന്നു. എല്ലാവരും നമ്മൾ വരുമെന്ന് മനസ്സിലാക്കിയായിരുന്നു. പിന്നെ അവൾ ആദ്യമേ കണ്ടപ്പം ആരുമായിട്ട് അങ്ങനെ എടുക്കാൻ നിന്നില്ല. എക്സൈറ്റഡ് ആയിട്ട് നിന്ന ആൾക്കാരെല്ലാം ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നു ആദ്യത്തെ സമയമൊക്കെ. പിന്നീട് ഇവഞ്ച്വലി അത് ഓക്കെ ആയി, അവളും ഓക്കെ ആയി. പിന്നെ പോരാൻ നേരത്ത് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നാട്ടിൽ യാത്ര ചെയ്തതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിനോടൊക്കെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേര് കണ്ടു കാണും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജുകളൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ ഈ പേജിൽ എന്തായാലും കൊടുത്തിരിക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു യാത്രയുടെ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, ബൈ. Enough.